വിശദമായി നോക്കാം. ബ്രൂവറി വിവാദത്തിൽ ക്യാബിനറ്റ് നോട്ട് പുറത്ത്. പ്രതിപക്ഷ നേതാവാണ് പുറത്തുവിട്ടത്. അനുമതി നൽകിയതിൽ മറ്റ് വകുപ്പുകളുമായി ആശയവിനിമയം നടന്നില്ലെന്ന് ക്യാബിനറ്റ് നോട്ടിൽ. ഫസ്റ്റ് ഓൺ മീഡിയ വൺ. KR സാജു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സാജു, എല്ലാ വകുപ്പുകളെയും തത്വത്തിൽ അനുകൂലമാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു പദ്ധതിയിലേക്കൊക്കെ പോകേണ്ടത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി കൃഷി ജലവകുപ്പുമായി പോലും ആലോചിക്കാതെയാണ് പദ്ധതിയിലേക്ക് പോയത് എന്ന സുപ്രധാനമായ കാര്യമാണല്ലോ അല്ലെ ഈ നോട്ടിലുള്ളത്. സ്നേഹ, തീർച്ചയായും. അതായത് ക്യാബിനറ്റ് മുന്നിൽ എത്തുന്നതിന് മുമ്പ് ഇതിനകത്ത് പ്രധാനമായും ചർച്ച നടത്തേണ്ട രണ്ട് വകുപ്പുകൾ ഉണ്ടായിരുന്നു. അതൊന്ന് ജലവിഭവ വകുപ്പാണ്, കാരണം ഇതിനാവശ്യമായ വെള്ളം നൽകേണ്ടത് അവരായിരുന്നു. മറ്റൊന്ന് കൃഷി വകുപ്പാണ്, കാരണം ഇതിനകത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട ഫലങ്ങളും മറ്റും ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതാണ്. സ്വാഭാവികമായും ആ രണ്ട് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇത് പരിശോധിക്കുകയും അതിനാവശ്യമായ കാര്യങ്ങൾ ചേർക്കുകയും വേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ക്യാബിനറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രമേ ഈ ഫയൽ ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ ക്യാബിനറ്റ് നോട്ടിന്റെ 6ാമത്തെ കാര്യമായി മറ്റേതെങ്കിലും വകുപ്പുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യം ഈ കുറിപ്പിൽ ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഇല്ല എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നവംബർ മാസത്തിലാണ് ഇതിന് മുഖ്യമന്ത്രി ഈ ക്യാബിനറ്റിൽ സമർപ്പിക്കാനുള്ള കുറിപ്പിന് അംഗീകാരം നൽകുന്നത്. അതുവരെയും ഇത് എക്സൈസ് വകുപ്പ് മാത്രം അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്ന് ഈ ക്യാബിനറ്റ് നോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എക്സൈസ് കമ്മീഷണറുടെ ഒറ്റ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇത്രയും വലിയ ഒരു പദ്ധതിക്ക് ഒയാസിസ് ഗ്രൂപ്പിന് അംഗീകാരം നൽകാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിയത് എന്ന കാര്യം ഈ ക്യാബിനറ്റ് നോട്ടിലുണ്ട്. ഈ ക്യാബിനറ്റ് നോട്ടിൽ വാനോളം തന്നെ കമ്പനിയെ പുകഴ്ത്തുന്നുണ്ട്. ഒപ്പം ജലക്ഷാമം ചൂഷണം ഉണ്ടാവില്ല എന്ന പദം തന്നെ ഈ ക്യാബിനറ്റ് നോട്ടിൽ പ്രയോഗിക്കുന്നുണ്ട്. എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി അതിന് റെയിൻ ഹാർവസ്റ്റിംഗ് നടത്തി ജലസംഭരണം നടത്തും എന്നതിനാലാണ് ചൂഷണം ഉണ്ടാവില്ല എന്ന കാര്യം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ കമ്പനി കുറെ തൊഴിലവസരങ്ങൾ നൽകും, കാർഷിക വിളകൾക്ക് കൂടുതൽ സഹായകരമാകും എന്നതടക്കമുള്ള പുകഴ്ത്തലുകൾ കൂടി ഈ ക്യാബിനറ്റ് നോട്ടിലുമുണ്ട്. നേരത്തെ ഉത്തരവിലും അതേ പുകഴ്ത്തലുകൾ നമ്മൾ കണ്ടതാണ്. ഇത് തുടർന്നാണ് ഇത് ക്യാബിനറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റു വകുപ്പുകളുമായുള്ള ആശയവിനിമയം നടന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതാണ് നേരത്തെ ഇത് പുറത്തുവിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് തങ്ങൾ നേരത്തെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും, അതായത് മതിയായ കൂടിയാലോചന നടന്നിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശരിയാണെന്ന് ഇതിൽ നിന്നും തെളിയുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷ നേതാവ്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളുടെ അഭിപ്രായം അറിയാൻ പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ട് എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. സ്നേഹ, അതായത് സാജു, ഇതിപ്പോൾ ഇത്രയും തിടുക്കപ്പെട്ട് മറ്റു വകുപ്പുകളും ഒന്നുമായി കൂടിയാലോചിക്കാതെ, കാരണം അവിടെയുള്ള പ്രാദേശികമായ ആളുകളടക്കം പറയുന്നത് നിർബന്ധമായും അവിടെ ജലചൂഷണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന്. കാരണം ആ എലപ്പുള്ളി എന്ന പ്രദേശം തന്നെ ഈ വരൾച്ചയൊക്കെ അനുഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ കൂടിയാലോചനകൾ കൂടി ഇല്ലാതെ ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് പോകുമ്പോൾ അതിലെ അഴിമതിയുടെ കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണല്ലോ. തീർച്ചയായും ഇത് എലപ്പുള്ളി പോലെ ജല ദൗർബല്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്താകുമ്പോൾ കൂടുതൽ കൂടിയാലോചനകൾ ഇതിനകത്ത് ആവശ്യമായി വരേണ്ടതായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി പദ്ധതിയെ പുറമേക്ക് ന്യായീകരിച്ചെങ്കിലും നമ്മൾ കണ്ടതാണ് വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തങ്ങളിൽ നിന്നും കത്ത് വാങ്ങിയത് കമ്പനി മറ്റു കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുന്ന കാര്യമൊക്കെ പുറത്തു വരുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ഇത് ക്യാബിനറ്റിൽ വരുമ്പോൾ മാത്രമാണ് ജലവിഭവ വകുപ്പ്, നേരത്തെ പദ്ധതിയെ പുറത്ത് ന്യായീകരിച്ച ജലവിഭവ വകുപ്പ് മന്ത്രിയാണെങ്കിലും പാലക്കാട്ട് നിന്നുള്ള മന്ത്രി കൂടിയായ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഒക്കെ അറിഞ്ഞത് എന്ന വസ്തുത കൂടിയാണ് ഈ ക്യാബിനറ്റ് നോട്ടിൽ നിന്നും മനസ്സിലാകുന്നത്. അതായത് കൃഷി വകുപ്പിലോ, അതായത് CPIയുടെ കയ്യിലുള്ള കൃഷി വകുപ്പിലോ ഇത് സംബന്ധിച്ച് യാതൊരുവിധ അറിയിപ്പും സർക്കാർ നൽകിയിരുന്നില്ല. അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിൽ നിന്നും ആ ക്യാബിനറ്റ് എത്തുന്നത് വരെയും പോയിരുന്നില്ല. അവരും ക്യാബിനറ്റിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. കൃഷി വകുപ്പിൽ ആവശ്യമായ കൂടിയാലോചനകൾ നടന്നിട്ടില്ല. ജലവിഭവ വകുപ്പിലും ആവശ്യമായ
പ്രധാനമായ കൂടിയാലോചനകളോ ഈ പദ്ധതി ഏതൊക്കെ അർത്ഥത്തിൽ ഗുണം ചെയ്യും, ഇതിന് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നതൊക്കെ സ്വാഭാവികമായും പരിശോധിക്കേണ്ടതാണ്. ആ പരിശോധനകളിലേക്ക് സർക്കാർ പോയില്ല. അതിനിപ്പോൾ സർക്കാർ നൽകാൻ പോകുന്ന മറുപടി ഒരു ബിസിനസ് പ്രൊജക്ട് വന്നു, അതിന് പ്രാരംഭ അനുമതി നൽകുക മാത്രമാണ് ചെയ്തത് എന്ന കാര്യമായിരിക്കും സർക്കാർ മറുപടിയായി നൽകാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ വന്ന ഘട്ടത്തിലൊക്കെ എക്സൈസ് മന്ത്രി MP രാജേഷ് വിശദീകരിച്ചത് ഒരു ബിസിനസ് പ്രപ്പോസൽ വരുന്നു, അത് മദ്യനയത്തെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്, അതിനാൽ അതിന് അനുമതി നൽകുന്നു എന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അപ്പോൾ പോലും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, എക്സൈസ് മന്ത്രി നിരന്തരം ആവർത്തിക്കുന്ന ഒരു വാദം മന്ത്രിസഭ നോട്ടിൽ പൊളിയുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുമെന്ന് മാത്രമാണ് 2023-24 മദ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ വന്ന കുറിപ്പിൽ സമ്മതിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ തീരുമാനത്തിന്റെ ബലത്തിൽ എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈൻ പ്ലാന്റ് എന്നിവയ്ക്ക് ഒറ്റയടിക്ക് അനുമതി നൽകുകയാണ് ചെയ്തത് എന്നുകൂടി പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ നോട്ട് പുറത്തുവിട്ടുകൊണ്ട്.